എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബട്ടർസ്കോച്ച് സോസ് റെസിപ്പിയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ബട്ടർസ്കോച്ച് സോസ് എങ്ങനെ റെഡിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബട്ടർസ്കോച്ച് സോസ് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ പാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് പരത്തി തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പരത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചസാര കാരമലായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ഇതുപോലെ തനിയെ തന്നെ അങ്ങ് ഉരുകി വന്നോളും. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും, എന്നാലും നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു കയ്പ്പായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ ഇതാ ജസ്റ്റൊക്കെ ചേഞ്ചായി വരണം തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ഡാർക്കാവുന്നത് വരെ നമുക്ക് നിൽക്കാം. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലുള്ള തരികളൊക്കെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ സോസ് ഏകദേശം നല്ലൊരു കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബട്ടറാണ്. അപ്പോൾ നമ്മൾ ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്ക് ഈ ബട്ടറും നമ്മുടെ ഈ കാരമലായിട്ടുള്ള പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടറും ഇത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുന്നത് വരെ നമ്മൾ തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ മിക്സായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതും ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഈ കാരമലായിട്ടുള്ള പഞ്ചസാരയിലേക്ക് ബട്ടറും ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ബട്ടർസ്കോച്ചിൻ്റെ സ്മെല്ലാണ് വരുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബട്ടർ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, ചൂടൊന്നുമില്ല. അപ്പോൾ ഞാൻ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ തന്നെ നല്ല ബട്ടർസ്കോച്ച് സോസിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ബട്ടർസ്കോച്ച് എസെൻസ്. അപ്പോൾ ഞാനൊരു 2 ഡ്രോപ്പ് അതും കൂടെ ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ലൂസിൽ നമ്മൾ തീ ഓഫാക്കണം. പിന്നെ ഒരുപാട് നേരിട്ട് നമ്മളിത് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ സോസ് ഒരു കട്ടയായി പോകും, നല്ലൊരു തിക്കായിട്ട് പോകും. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനി കറക്റ്റ് നമ്മുടെ ബട്ടർസ്കോച്ച് സോസിൻ്റെ ടെക്സ്ചറിലേക്ക് മാറും. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാകുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു സോസിൻ്റെ ടെക്സ്ചറിലായിരിക്കും ഇത്. അപ്പോൾ ഇത്രയും ലൂസിലാണ് ഞാനിത് ഓഫാക്കിയിട്ടുള്ളത് തീ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ കണ്ടോ, ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് ഇത് ഇരിക്കുന്നത്.
അപ്പോൾ നല്ല ഒരു ഇതാണ്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എന്തെങ്കിലും ആക്കിയിട്ട് വെക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് ആ പാത്രം ഇറക്കി വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുത്താൽ അത് മെൽട്ടായിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്